ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ ഒരു കാര്യം ജീവൻ ഉറപ്പിച്ചു. താൻ എന്തിനു വേണ്ടിയാണോ മനസ്സിലൊരു കത്തി മൂർച്ച കൂട്ടുന്നത്, അതിനുവേണ്ടി തന്നെയാ എന്റെ എല്ലാ തീരുമാനങ്ങളും. ജീവൻ ഒരുങ്ങിക്കും. പുറത്ത് ഒരുക്കങ്ങൾ ഞാനും നടത്തിക്കോളാം. തടവ് പൊള്ളികളിൽ ചിലർ ക്ഷീണിക്കാറുണ്ട്. പക്ഷേ ജീവന്റെ കാര്യത്തിൽ ഞാനത് പ്രതീക്ഷിച്ചില്ല. കാരണം മനസ്സിൽ മുഴുവൻ പ്രതികാരമുള്ള ഒരാൾ എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കുമല്ലോ. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അതിന്റെ ആവും. അതെന്തു പറ്റി? എനിക്കറിയില്ലടോ. ഭക്ഷണത്തിന് മുമ്പിലിരിക്കുമ്പോ എന്തോ പോലെ തോന്നുന്നു. ഇടയിൽ ഞാനൊന്ന് കുരുങ്ങിപ്പോയി. അതാ വരാൻ വൈകിയത്. ജീവൻ അറിയേണ്ട വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? ഹരിയേട്ടന്റെ പുസ്തകത്തിന് അവാർഡ് കിട്ടിയതിന് ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. അവിടെ ഞാനായിരുന്നു ആങ്കർ. എന്റെ സാന്നിധ്യത്തിൽ അത്രയും മീഡിയാസിനെ സാക്ഷിയാക്കി നിത്യ ഹരിയേട്ടനോടുള്ള പ്രണയം വിളിച്ചു പറഞ്ഞു. ഹരിയുടെ ജീവിതത്തിന്റെ ഭാഗമാവുക എന്നതാണ് ലക്ഷ്യമെന്നും അവള് പറഞ്ഞു. എന്തുപറ്റി? ഞാൻ കരുതി ഇതറിയുമ്പോ ജീവനൊന്ന് പൊട്ടിത്തെറിക്കുമെന്ന്. അപ്പൊ ശാരീരിക ക്ഷീണം മാത്രമല്ല, മാനസിക ക്ഷീണവും ഉണ്ട്. എന്തുപറ്റി? നന്നാവാൻ തീരുമാനിച്ചോ? ജയിലിൽ നിന്ന് പുണ്യാളനായി ഇറങ്ങാൻ തീരുമാനിച്ചോ? ഫംഗ്ഷൻ കഴിഞ്ഞ് നിത്യ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. സംഭവിച്ചതൊക്കെ അവൾ എന്നോട് പറഞ്ഞു, ഒരു പ്രതികാരത്തിന്റെ മട്ടില്. ഓ, ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. മിടുക്കിയാണല്ലോ അവള്. അല്ല, എന്നിട്ട് ജീവന്റെ തീരുമാനം എന്താ? ആശംസകൾ പറഞ്ഞകന്നു പോകാനാണോ, അതോ എന്നും പറയാറുള്ളത് പോലെ രണ്ടുപേരെയും ഒന്നിച്ചു തീർക്കാനും? ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റെങ്കിലും എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞ ഞാൻ തേടി ചെല്ലുന്നത് അവരെയായിരിക്കും. എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ കത്തിമുനയ്ക്ക് തീരും അവര് രണ്ടുപേരും. മതി. ജീവനിൽ ഈ വൈരാഗ്യം ബാക്കിയുണ്ടോന്ന് അറിഞ്ഞാ മതി എനിക്ക് എപ്പോഴും. പിന്നെ ജീവൻ, എന്റെ ജീവിതത്തില് ഞാനൊരു നിർണായക തീരുമാനം എടുക്കാൻ പോവുക. ഒരു പക്ഷേ എന്നെപ്പോലെ ജീവനും ഉപകാരമുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്ക് വേണ്ടത് സഹായമാണ്. നമ്മുടെ താല്പര്യത്തിന് നമ്മളോടൊപ്പം കൈ ചേർത്ത് പിടിക്കുന്നവരുടെ സഹായം. അങ്ങനെ ഒരു സഹായത്തിന് കൈനീട്ടാൻ ഞാൻ തീരുമാനിച്ചു. ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഏതോരത്തിനെ കൂടെ വലവീശി പിടിച്ചല്ലേ? സ്ത്രീകളോട് അറപ്പ് മാത്രം തോന്നുന്ന ഒരാള് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതില് എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ജീവൻ ഉറപ്പിച്ചു. താൻ എന്തിനു വേണ്ടിയാണോ മനസ്സിലൊരു കത്തി മൂർച്ച കൂട്ടുന്നത്, അതിനുവേണ്ടി തന്നെയാ എന്റെ എല്ലാ തീരുമാനങ്ങളും. ജീവൻ ഒരുങ്ങിക്കും. പുറത്ത് ഒരുക്കങ്ങൾ ഞാനും നടത്തിക്കോളാം. ഹരി, എന്തേ സുഖല്ലേടോ തനിക്ക്?
ഞാൻ മോളുടെ അടുത്ത് വന്ന് മടങ്ങി പോവാ. എന്നാ പിന്നെ തന്നെ കൂടി ഒന്ന് കണ്ടിട്ടാവാന്ന് കരുതി. തന്റെ വളർച്ചയൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. എല്ലാം നന്നായി വരട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിത്യ തന്നോടൊപ്പം ചേർക്കുക എന്നുള്ളത്. ആഗ്രഹിച്ച കാലത്ത് നടന്നില്ല. പക്ഷേ ഇപ്പൊ അതിന് ഈശ്വരൻ തന്നെ ഒരു വഴി വെച്ചു തന്നു. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്റെ മോള്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ണീരൊഴുക്കുന്നതിനിടയില് ചിരി എന്താന്ന് മറന്നുപോയൊരു കുട്ടിയാ. ആളെ നോക്കിക്കൊള്ളേടോ. എടോ, ധൈര്യത്തോടെ തന്നെ ഞാനങ്ങ് ഏൽപ്പിക്കാം അവളെ. നിത്യക്ക് ഞാൻ ഒരു കുറവും വരുത്തില്ല. ഞാൻ ഈ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് നിത്യ. എനിക്കറിയാടോ. എല്ലാം കൊണ്ട് എനിക്ക് സന്തോഷായി. ഇനി ഞാൻ തിരിച്ചു പോക്കോട്ടെ. ഞാനിരിക്കുന്നിടത്ത് നിന്ന് നിങ്ങളെയൊക്കെ നോക്കിക്കാണാൻ എന്ത് രസാന്നറിയോ? നിങ്ങൾ കരയുന്നതും ചിരിക്കുന്നതും എനിക്ക് അവിടെ ഇരുന്ന് കാണാം. ചിരിക്കുമ്പോ ഞാൻ കൂടെ ചിരിക്കുന്നുണ്ട്, കരയുമ്പോ വേദനിക്കുന്നുണ്ട്. പോട്ടെടോ. തലയ്ക്ക് മുകളിൽ കാവലിടുന്ന് കൂട്ടിക്കോ. എന്റെ കുട്ടിക്ക് താൻ കാവലിൽ നിൽക്കുന്ന പോലെ. പോട്ടെടോ. ഹരി, 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 അച്ഛൻ എന്തു പറ്റി? അച്ഛൻ എവിടെ പോയി? അച്ഛാ, അച്ഛാ, അച്ഛൻ, അച്ഛൻ. ഹരി, എന്താ പറ്റിയേ? അല്ല, അച്ഛൻ. നിത്യയുടെ അച്ഛൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ? അവിടെ എന്റെ അടുത്ത് വന്നിരുന്നു, എന്നോട് സംസാരിച്ചു.